ബഹുമാനിയായിട്ടുള്ള നമ്മുടെ റഹീം ദീർഘകാലം ഏതാണ്ട് 10-20 വർഷം സൗദി ജയിലിൽ കഴിയുകയും അങ്ങനെ അദ്ദേഹത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു സന്ദർഭത്തിൽ പ്രത്യേകമായ ഒരു പരിസ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കറിയാം, കേരളത്തിലെ മുഴുവൻ മലയാളീസും അതോടൊപ്പം ലോകാടിസ്ഥാനത്തിലുള്ള മലയാളികളും എല്ലാ സമൂഹവും അദ്ദേഹത്തിൻ്റെ മോചനത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ഒപ്പം സഹായം നൽകുകയും ചെയ്തു. അങ്ങനെ നിരവധി പ്രാർത്ഥനകൾ അദ്ദേഹത്തിന് ലഭിച്ചു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ജയിൽ മോചിതനായി. കഴിഞ്ഞ വലിയ പെരുന്നാൾ ദിനത്തിൽ അദ്ദേഹം വീട്ടിൽ വന്നു. തൻ്റെ മാതാവിനെയും കുടുംബങ്ങളെയും ഒക്കെ അദ്ദേഹത്തിന് കാണാനുള്ള ഒരു അവസരം ഉണ്ടായി. നമുക്ക് വലിയ സന്തോഷം നൽകി. ബഹുമാന്യനായ സമസ്തയുടെ പ്രസിഡന്റിനെ, തങ്ങളെയും അതോടൊപ്പം മറ്റ് നേതാക്കളെയൊക്കെ ഒന്ന് കാണണം, പ്രത്യേകം ദുആ ചെയ്യിപ്പിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. അതിന് പ്രത്യേകമായ കാരണമുണ്ട്. സയ്യിദ് ഉലമ സയ്യിദ് മുഹമ്മദ് ജിബ്രി മുത്തുക്കോയ തങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ മോചനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി മാതാവിനെ ആശ്വസിപ്പിക്കുകയും അന്ന് മാതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. മാതാവ് ഫാത്തിമ എന്ന് പറയും. തങ്ങളോട് പറഞ്ഞ കാര്യം, എൻ്റെ മോനെ എൻ്റെ കണ്ണുകൊണ്ടൊന്ന് കാണിക്കാനുള്ള തൗഫീഖ് ഉണ്ടാവണം, തങ്ങളെ ഒന്ന് ദ്വാരക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ മാതാവ് കണ്ണീര് ഒലിപ്പിച്ച ഒരു സന്ദർഭം ഒത്തുപോവുകയാണ്. തങ്ങൾ വളരെ ആത്മാർത്ഥമായും ദുആ ചെയ്തു. അതോടൊപ്പം തന്നെ പ്രത്യേകം ആഹ്വാനം ചെയ്തു, റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നും അദ്ദേഹത്തിന് ദിയാധനം നൽകുന്നതിന് വേണ്ടി സാമ്പത്തിക സമാഹരണത്തിൽ എല്ലാവരും സഹകരിക്കണമെന്നൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് തങ്ങളുടേതായ ഒരു ആഹ്വാനം ഉണ്ടാവുകയും ആഹ്വാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ മഹല്ലുകൾ സംബന്ധമായ പ്രവർത്തനങ്ങൾ നടത്തി വലിയൊരു ഫണ്ട് മഹല്ലുകളിലൂടെ സമാഹരിക്കാൻ കഴിഞ്ഞു. ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ആത്മാർത്ഥമായി അദ്ദേഹത്തിനെ സഹായിച്ചുകൊണ്ട് ആ സംരംഭത്തിൽ വലിയൊരു തുക സമാഹരിച്ചുകൊണ്ട് ദിയാധനം നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മോചനം ഉണ്ടായത്. അപ്പം ജയിൽ മോചിതനായി വന്ന ഉടനെ തന്നെ അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു, സയ്യിദ് ഉലമയെ തങ്ങളെ ഒന്ന് കാണണമെന്ന്. അപ്പോൾ തങ്ങളാണ് വളരെ തിരക്കിനിടയിൽ. അപ്പോൾ ഇന്ന് മുഷാവറ ആയതുകൊണ്ട് ഏതായിരുന്നാലും കോഴിക്കോട്ടുണ്ടാവും. അപ്പോൾ മറ്റ് പണ്ഡിതന്മാരെയും കാണാമല്ലോ, എന്നാൽ എനിക്ക് അവിടെ വെച്ചൊരു ദുആ കിട്ടിയ എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമാണ് എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനിയ തങ്ങളെ കാണുന്നതിനും നമ്മുടെ മറ്റ് പണ്ഡിതന്മാരെ കാണുന്നതിനൊക്കെ വേണ്ടി ഈ സമസ്തയുടെ ഈ കാര്യാലയത്തിൽ പ്രിയപ്പെട്ട റഹീം എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് ദുആ നിർവഹിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ഇവിടെ നിർവഹിക്കുന്നത്. പിന്നെ ആദരപൂർവ്വം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യ റഹീം സാഹിബ് സമസ്തയിലെത്തി പിന്നെ ഈ ഉസ്താദ്മാരെ കണ്ട് അദ്ദേഹത്തെ ദുആ നടത്താനുള്ള ഒരു അവസരം ഉണ്ടായതിനും അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുണ്ട്, ജ്യേഷ്ഠന്മാരുണ്ട്, അതോടെ മറ്റ് ബന്ധുക്കളൊക്കെ ഉണ്ട്, കൂടെയുണ്ട്. ബഹുമാനമുള്ളവരെ, ബഹുമാനപ്പെട്ട നമ്മുടെ സുഹൃത്ത് അബ്ദുറഹീം, അദ്ദേഹത്തിൻ്റെ ആ ജയിൽ മോചനത്തിനോട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മനുഷ്യപരമായ ഒരു സഹായവും മനുഷ്യപരമായ ഒരു സ്നേഹവും ഒക്കെയാണ് ഇവിടെ പ്രകടമായിട്ടുള്ളത്. കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തുമുള്ള നമ്മൾ മലയാളികൾ, അത് മുസ്ലിങ്ങളും അല്ലാത്തവരും എല്ലാവരും കൂടി അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ദിയ അതിൻ്റെ ധനം അത് സംഭരിക്കുകയും അതിനെ വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്യുകയും ആ നിലക്ക് അതിൻ്റെ നിയമ കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ചു. അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഉമ്മൻ്റെ കണ്ണീരൊക്കെ നമ്മൾ കണ്ടതാണ്. നമുക്കൊക്കെ അവരുമ്മ നമ്മളോട് അന്ന് പറയുമ്പോൾ നമുക്കും അത് വല്ലാത്തധികം മനസ്സ് തട്ടിയതായ ഒരു സംഭവമായിരുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല 20 വർഷമാണ് അദ്ദേഹം അവിടെ ജയിലിൽ താമസിച്ചിട്ടുള്ളത്. അദ്ദേഹം വിവാഹിതനല്ല. അപ്പോൾ അല്ലാഹു അദ്ദേഹത്തിൻ്റെ ഭാവി ജീവിതം വളരെ സന്തോഷകരമാക്കട്ടെ. നല്ലൊരു വിവാഹമൊക്കെ ചെയ്ത് ഒരു ദാമ്പത്യ ജീവിതം ആസ്വദിക്കാനും അതിന് ജീവിക്കാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളെയും അല്ലാഹു നീക്കി കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലുള്ള എല്ലാവിധ പ്രയാസങ്ങൾ തൊട്ട് നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അദ്ദേഹം എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹത്തെ സഹായിച്ച എല്ലാവർക്കും. അതിൻ്റെ ഒരു ഭാഗം എന്നുള്ള നിലക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൽ ആത്മാർത്ഥമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. ഒരു കമ്മിറ്റി രൂപീകരിക്കപ്പെടുകയും അവർ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ അവർക്ക് സപ്പോർട്ടായി കൊണ്ട് സമസ്തൻ്റെ ഭാഗത്തിൽ നിന്നുള്ള എല്ലാവിധ സഹായങ്ങളും സമസ്തൻ്റെ ഭാഗത്തിൽ നിന്നുള്ള ആഹ്വാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനുള്ളൊരു നന്ദി കൂടിയാണ് അദ്ദേഹം ഈ വരുത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം ദുആയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല
അദ്ദേഹത്തിനക്ക് എല്ലാ നിലക്കുള്ള ആരോഗ്യത്തിനെയും എല്ലാ സിഹത്തിനെയും ആഫിയത്തിനെയും ഭാവി ജീവിതത്തിലുള്ള എല്ലാ സന്തോഷവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. കൂടുതലായി ഇനി പറയേണ്ട ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹദായ പദവി കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ റഹീം സാഹിബിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജയിൽ ജീവിതത്തിൽ നിന്ന് പ്രയാസത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി. നമ്മൾ അള്ളാഹുവിനെ അങ്ങേയറ്റം സ്തുതിക്കുക. അൽഹംദുലില്ലാഹ്. അള്ളാഹുവിനോട് അദ്ദേഹത്തിൻ്റെ ഭാവിക്ക് വേണ്ടി ഞങ്ങൾ പറഞ്ഞതുപോലെ നല്ല വിവാഹം മറ്റുമൊക്കെ ചെയ്ത് നല്ല സ്വാലിഹായ മക്കളെ അള്ളാഹു നൽകി നല്ലൊരു കുടുംബജീവിതം നൽകാനും നല്ല ഭാവി നൽകിക്കൊണ്ടുള്ള ദീർഘായുസ്സും ആഫിയത്തും സിഹത്തും കൂവത്തും അതേപ്രകാരം തന്നെ അദ്ദേഹത്തിൻ്റെ വരാനിരിക്കുന്ന ജീവിതത്തിൽ നമ്മുടെ സമൂഹത്തിനും പരിശുദ്ധമായ ദീനിനും നമ്മുടെ സംഘടനകൾക്കും ഒക്കെ നല്ല സേവനങ്ങൾ ചെയ്യാനും അല്ലാഹു അദ്ദേഹത്തിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തെയും നമ്മളെയും കുടുംബത്തെയും നമ്മളെല്ലാവരെയും അള്ളാഹുവിൻ്റെ സുഖരോഗ സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂടുതലായിട്ട് പ്രത്യേകം ഒന്നും പറയാനില്ല. കൂടിയിരിക്കുന്ന എല്ലാവർക്കും, അതുപോലെ ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും, വിദേശത്തുള്ളവർക്കും എല്ലാവർക്കും നന്ദി അറിയിക്കണം. കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഓരോരുത്തരുടെ പേരെടുത്ത് പറയാനും എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. اللهم إنا نسألك بأسمائك الحسنى وبحق جميع صفاتك السنية وكلماتك العلية ومواهبك الجلية وبحق طه وياسين وسورة البقرة وملائكة الله المقربين والأنبياء والمرسلين وأصحاب رسول الله وأزواج رسول الله وأولاد رسول الله وأصحاب الأعباء من الأئمة الأربعة وجميع مشايخنا وأجدادنا مشايخ طرائق كلهم، خاصة بحق شيخنا ومرشدي والمربي الجليل الولي العارف بالله الشيخ شمس العلماء قدس الله وإلهه بحقوق جميع مشايخنا وأساتذتنا وساداتنا الذين قاموا بالخدمة الجليلة في ميادين جمعية العلماء لعموم وفروعها وبحقوق وصولهم ومشايخهم وأتباعهم وأنصارهم ومحبيهم وزوارهم إلى يوم الدين. اللهم بارك في هذا الاجتماع، اللهم بارك في جمعيتنا، اللهم بارك في فروع جمعيتنا، اللهم بارك في تعليمنا وتعلمنا، اللهم بارك في تدريسنا، اللهم بارك في قضائنا وإفتائنا، اللهم بارك في جميع خدماتنا، اللهم وفقنا لخدمة دينك، اللهم تقبل منا جميع الخدمات، اللهم تقبل منا جميع الخدمات بحقوق هؤلاء الشرفاء المذكورين. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم بارك لصاحبنا، اللهم بارك فيه، اللهم بارك في حياته الباقية، اللهم وفقه لما تحب وترضى، اللهم وفقه لخدمة دينك، اللهم اجعله صالحا، اللهم اجعل جمعنا هذا، اللهم اجعل عاقبة كل أمر قضيته علينا وعليه وعلى جميع المسلمين خيرا ورشدا. اللهم ثبت عقيدتنا وعقيدته وعقيدة جميع المسلمين على عقيدة أهل السنة والجماعة. اللهم وفقنا لنشر هذه العقيدة المقدسة. اللهم اجعل ثواب قراءتنا هدية إلى حضرات أرواح هؤلاء الشرفاء المذكورين وجميع أمواتنا خاصة وأموات المسلمين عامة. اللهم قدس أرواحهم، اللهم زدهم شرفا على شرفهم، اللهم انفعنا بهم وبعلومهم، اللهم اجعلنا في كنفك ثم في كنفهم وفي فضلك ثم في فضلهم. اللهم اغفر لهم، اللهم ارحمهم، اللهم اعف عنهم، اللهم ادخلهم الجنة، اللهم أعيذهم من عذاب القبر ومن فتنته ومن عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين.